ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. 71 ദിവസത്തിന് പിന്നാലെ ഇപ്പോഴിതാ കർണാടക ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതെ അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. ലോറിയുടെ ക്യാബിനിൽ ഒരു മൃതദേഹമുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. എന്നാൽ ഇത് ആരുടേതാണ് എന്നത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. അതായത് അർജുനെ കാണാതെ 71 ദിവസത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അർജുന്റെ ലോറിയും ഒപ്പം ഒരു പഴകിയ മൃതദേഹവും പുഴയിൽ നിന്ന് ദൗത്യസംഘം കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണ് എന്ന് ഉടമ മനാഫും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറിയുടെ മുൻഭാഗം അടങ്ങിയ ക്യാബിനാണ് ഇപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ലോറി തന്റേതാണെന്ന് തന്നെ ഉടമ മനാഫ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ലോറിയുടെ ക്യാബിനുള്ളിൽ ഒരു മൃതദേഹമുള്ളതായിട്ടുള്ള സൂചനകൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66-ൽ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത്. തുടർന്ന് ശിരൂരിലെ തന്നെ ഒരു ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളും അടക്കം മണ്ണിനടിയിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. അതേസമയം കാർവാർ കുംട്ട റൂട്ടിൽ 4-വരിപ്പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ഭാഗത്തായിരുന്നു ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചത്. പാതയുടെ ഉൾവശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ്. അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ടിരുന്ന ഇന്ധന ടാങ്കർ ഉൾപ്പെടെ 4 ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ചു വീണ് ഒഴുകിപ്പോയിരുന്നു. അപകടത്തിന്റെ വാർത്തകൾ കിട്ടിയതിന് പിന്നാലെ GPS പരിശോധിച്ചാണ് സംഘം മരം കയറ്റി വരികയായിരുന്ന അർജുന്റെ ലോറി മണ്ണിനടിയിൽ പെട്ടു എന്ന വിവരം കുടുംബം അറിയുന്നത്. അതേസമയം ഗംഗാവലി പുഴയിൽ നടത്തിയ ഡ്രഡ്ജിംഗിൽ നിരവധി വസ്തുക്കൾ ഇക്കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അർജുന്റെ ലോറി 71-ാമത്തെ ദിവസം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ലോറിയിൽ ഒരു പഴക്കം ചെന്ന മൃതദേഹം കണ്ടെത്തിയെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ്. എന്നാൽ ഇത് അർജുന്റേതാണോ എന്ന് ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം രാവിലെ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറിയുടെ തന്നെ ബമ്പർ കണ്ടെത്തിയിരുന്നു. അത് വാഹന ഉടമ മനാഫ് തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ ലോകഭാഗങ്ങളടക്കം വേറെയും നിരവധി വസ്തുക്കൾ കണ്ടെത്തിയതോടെ ഇതൊന്നും തന്നെ അർജുന്റെ ലോറിയുടേതല്ല എന്ന നിഗമനത്തിൽ പിന്നീട് ഉടമ എത്തിച്ചേരുകയായിരുന്നു. അതേസമയം ലഭിച്ച ലോഹഭാഗങ്ങളടക്കം ഗ്യാസ് ടാങ്കറിന്റേതാകാം എന്നായിരുന്നു സ്ഥിരീകരിച്ചത്. അതേസമയം കണ്ടെത്തിയവയിൽ അർജുന്റെ ലോറിയുടെ എന്ന് പറയുന്ന ഭാഗങ്ങളൊന്നുമില്ലായിരുന്നു. നിരവധി ഭാഗങ്ങൾ ഡ്രഡ്ജറിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ഇവയൊന്നും തന്നെ അർജുന്റെ ലോറിയുടേതല്ല എന്നും മരങ്ങളും കയറുകളും ആംഗ്ലറും മാത്രമാണ് അർജുന്റെ ലോറിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചതെന്നുമായിരുന്നു വിവരങ്ങൾ. എന്നാൽ ഇതിനിടയ്ക്കാണ് ഇപ്പോൾ വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. അർജുന്റെ ലോറി കണ്ടെത്തുകയും തുടർന്ന് ഈ ലോറിയുടെ ക്യാബിനുള്ളിൽ ഒരു പഴക്കം ചെന്ന മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതേസമയം കണ്ടെത്തിയ 95% ഭാഗങ്ങളും മറ്റു വാഹനങ്ങളുടേതായിരുന്നു. വേറെ ഏതോ വാഹനം എഞ്ചിനടക്കം തകർന്നിട്ടുണ്ട് എന്ന് തന്നെ സ്ഥിരീകരിച്ചു. മറ്റ് എഞ്ചിൻ ഭാഗങ്ങളും കണ്ടെത്തുകയാണ് ചെയ്തിരുന്നത്. ടയർ അടക്കം 40ഓളം അവശിഷ്ടങ്ങളാണ് ഡ്രഡ്ജിംഗിൽ തിങ്കളാഴ്ച കണ്ടെത്തിയത്. 3 ദിവസമായി തുടരുന്ന ഡ്രഡ്ജിംഗിൽ അർജുന്റെ ലോറിയുടെ എന്ന് പറയാൻ പ്രധാനമായും ലഭിച്ചത് തടിക്കഷ്ണങ്ങളായിരുന്നു. തടിക്കഷ്ണങ്ങൾ മാത്രമല്ല, തടിക്കഷ്ണവും കയറും ലഭിച്ചിരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ശിരൂരിൽ എത്തിയിരുന്നു. അദ്ദേഹം അടയാളപ്പെടുത്തിയ 4ാമത്തെ പോയിന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയുടെ അതായത് ലോറി തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ വ്യക്തമാകുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.